ഹായ് ഓൾ, എല്ലാവരും സുഖമാണോ? ഞാൻ ആദ്യമായിട്ടൊരു മെയിൽ ലിസ്റ്റിൽ വന്നതാണേ. 378/2024 കാറ്റഗറി നമ്പർ. സെയിൽസ് അസിസ്റ്റൻറ്റ് ഗ്രേഡ് 2 കേര ഫെഡിലാണ്. അപ്പോൾ ഇതൊരു സ്റ്റേറ്റ് വൈഡ് ലിസ്റ്റ് ആയിരുന്നു. ഞാൻ ഒരിക്കലും ലിസ്റ്റിൽ വരുമെന്ന് പ്രതീക്ഷിച്ചിരുന്നില്ല. അപ്പോൾ ഷോർട്ട് ലിസ്റ്റ് വന്നത് നവംബറിലാണ്. അപ്പോൾ ഞാൻ അതിൽ ഉൾപ്പെടാൻ പറ്റിയതിൽ വളരെ സന്തോഷം. അപ്പോൾ ഞാൻ ഈ ഒരു ചാനൽ സ്റ്റാർട്ട് ചെയ്തത് തന്നെ ഞാൻ 2023 ലാസ്റ്റോട് കൂടിയിട്ടാണ് PSC സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഞാൻ തുടങ്ങിയ സമയത്ത് ഞാൻ ഒരുപാട് പേരുടെ അടുത്ത് എങ്ങനെ പഠിക്കണം, എങ്ങനെയാണ് നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്ത് തുടങ്ങേണ്ടത്, ഒരുപാട് പേരുടെ അടുത്ത് ഞാൻ ഡൗട്ട് ചോദിച്ചിട്ടുണ്ട്. പക്ഷേ അറിയുന്നവർ പോലും നമ്മൾക്കത് കറക്റ്റ് ഒരു റിപ്ലൈ തന്നിട്ടില്ല. അപ്പോൾ BSc ബിഗിനേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ എനിക്കറിയുന്നത് പോലെ ഞാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാം. ഞാൻ കറണ്ട് അഫയേഴ്സ് ആണെന്നുണ്ടെങ്കിലും സെൽഫായിട്ട് ഞാൻ നോട്ട് പ്രിപ്പയർ ചെയ്തിട്ടാണ് പഠിക്കുന്നത്. അപ്പോൾ എന്നെക്കൊണ്ടാവുന്ന പോലെ ഞാൻ നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്ത് തരാം. പിന്നെ ഇതിൽ ഞാൻ ഉൾപ്പെട്ടിട്ടുള്ള മെയിൽ ലിസ്റ്റിൽ സ്റ്റേറ്റ് വൈഡ് ആയതുകൊണ്ട് തന്നെ കുറച്ച് പേരേ ഉള്ളൂ. അപ്പോൾ 71 പേരാണ് ടോട്ടലായിട്ടുള്ളത്. അതിലൊരാളാവാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. കട്ട് ഓഫ് വന്നിരിക്കുന്നത് 47 അപ്പോൾ ഞാൻ എൻ്റെ മാർക്ക് കറക്റ്റ് എനിക്ക് ഓർമ്മയില്ല, എന്നാലും ഞാൻ ഏകദേശം നോക്കിയപ്പോൾ ഒരു 60യുടെ അടുത്താണ് കാണുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ റാങ്ക് ലിസ്റ്റ് വന്നാലേ അറിയുള്ളൂ. വന്നു കഴിഞ്ഞാൽ ഞാൻ എന്തായാലും ഷെയർ ചെയ്യാം. ഓക്കെ, എല്ലാവരും കമ്പനി ബോർഡ് LGS, കമ്പനി ബോർഡ് അസിസ്റ്റൻറ്റിനൊക്കെ അപ്ലൈ ചെയ്തിട്ടുണ്ടാവുമല്ലോ. നന്നായി പഠിക്കും എല്ലാവരും. ഓൾ ദ ബെസ്റ്റ്. പിന്നെ എല്ലാവരോടും എനിക്ക് പറയാൻ ഉള്ളൊരു കാര്യം, ഒരിക്കലും നമുക്കൊരു ലിസ്റ്റിൽ വന്നില്ല എന്ന് വെച്ചിട്ടോ ഒരു എക്സാമിൽ മാർക്ക് കുറഞ്ഞു പോയെന്ന് വെച്ചിട്ടോ നമ്മൾ ഒരിക്കലും നമ്മുടെ സ്റ്റഡീസ് അവിടെ സ്റ്റോപ്പ് ചെയ്യരുത്. നമുക്ക് തെറ്റിപ്പോയത് എന്താണോ, ഏത് ഭാഗമാണോ അത് ആ ഭാഗം നമ്മൾ കുറച്ചും കൂടി കോൺസെൻട്രേറ്റ് ചെയ്ത് വർക്കൗട്ട് ചെയ്യുക. എന്തായാലും നമുക്കൊരു നല്ല റിസൾട്ട് കിട്ടും.